Hello my dear students, so welcome back once again to Basil's Physics Classroom. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ വേറെ ഇൻട്രൊഡക്ഷൻസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഗ്രാവിറ്റേഷൻ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഡു വാച്ച് ദ വീഡിയോ ബിഫോർ യു സ്റ്റാർട്ട് ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ചാപ്റ്റർ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Force between two objects of equal masses is F. If 25% mass of one object is transferred to the other object, then the new force will be. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ഒരു രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള ഫോഴ്സ് F എന്നാണ് പറയുന്നത്, അല്ലെ? And we know that based on Newton's law of gravitation, F is equal to G m1 m2 by r square, അല്ലെ? അപ്പൊ m1 m2 by r square. Now, അടുത്ത കേസിൽ what is happening? ഒരു ബോഡിയുടെ മാസിന്റെ 25% മറ്റേ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, right? So, let's assume that m2 എന്ന് പറയുന്ന ബോഡിയുടെ മാസ് അതിന്റെ 25% ആണ് m1 ലേക്ക് ട്രാൻസ്ഫർ ചെയ്തതെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ in the process m2 ന്റെ മാസ് കുറയും, m1 ന്റെ മാസ് കൂടും, അല്ലെ? Now, ഒരു ക്വസ്റ്റ്യൻ പറയുന്ന ഒരു കണ്ടീഷൻ എന്താണ്? രണ്ടുപേരുടെയും മാസസ് ഈക്വൽ ആണ്. അപ്പൊ രണ്ടുപേരുടെ മാസസ് ഈക്വൽ ആവുമ്പോൾ നമുക്ക് ഈ പ്രോബ്ലം സോൾവിംഗ് ഭയങ്കര സിമ്പിൾ ആവും. അപ്പൊ m2 becomes m2 minus 25% of m2, 25 by 100 of m2, അല്ലെ? So that is equal to എത്ര വരും? 75 by 100 m2 എന്നാകും. Okay, now 25% ആർക്കാ കൊടുത്തത്? നമ്മുടെ m1 നാ കൊടുത്തത്, അല്ലെ? അപ്പൊ m1 ന്റെ മാസ് എന്താവും? രണ്ടുപേരുടെ മാസ് ഈക്വൽ ആണ്. സോ m2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, m എന്ന് എഴുതിയാൽ മതി. സോ m1 dash is equal to, അപ്പോൾ this is actually m, ഞാൻ m എന്ന് എഴുതിയേക്കാം, കൺഫ്യൂഷൻ വരാതിരിക്കാൻ കേട്ടോ. m1 dash will be equal to m plus 25 by 100 m. Okay, so that will be 125 by 100 m. അപ്പൊ പുതിയ ഒരാളുടെ മാസം എത്രയായി? 125 by 100 m ആയി. മറ്റവന്റെ മാസം 75 by 100 m2 ആയി, അല്ലെ? അവരുടെ ഡിസ്റ്റൻസ് ഒന്നും മാറി എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല, which means f dash will be equal to g m1 ന്റെ പകരം m1 dash ആണ്, that is substituting 125 by 100 m. Okay, അപ്പോൾ ഈ m1 ന്റെ m2 ന്റെ പകരം നമുക്ക് എന്ത് എഴുതാം? g mm by r square എന്ന് എഴുതാം, അല്ലെ? രണ്ടുപേരുടെ മാസ് ഈക്വൽ ആയതുകൊണ്ട്. അതുപോലെ m2 ഡാഷിന് പകരം 75 by 100 into m, അല്ലെ? m2 is actually our m, right? or into divided by r square കാര്യം പറഞ്ഞത് കേട്ടോ, right? അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ആയല്ലോ. here we have an f, here we have an f dash. ഇനി എന്ത് ചെയ്യണം? very simple, take the ratio f dash by f. so f dash by f will be equal to, അപ്പൊ g പോയി m പോയി m പോയി r square പോയി, g പോയി m പോയി m പോയി r square പോയി. ബാക്കി എന്താ ഉള്ളത് നോക്കാം നമുക്ക്. 125 into 75, അല്ലേ? അപ്പൊ ഇത് 3 times, ഇത് 4, 25, ഇത് 5, ഇത് 4. Okay, 5 is a 15, 4 4 is a 16, so that is 15 by 16, or f dash will be corresponding to 15 by 16f, which is the answer. Okay, അപ്പൊ ഇവിടെ രണ്ട് മാസസും ഈക്വൽ ആയതുകൊണ്ട് we can actually solve it easily, but രണ്ട് മാസം ഡിഫറെന്റ് ആയിരുന്നെങ്കിൽ there will be some complications. ഈ മാസം നമുക്ക് അറിയേണ്ടി വന്നേനെ. അറിയുന്നെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ there will be some complications there. Okay, so this is actually a simple question utilizing Newton's law of gravitation, and again it's a previous year question. Okay, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A question from acceleration due to gravity radiation. And the next question: if the change in the value of g at a height h above the surface of Earth is the same as at a depth x below it, then both x and h feel much smaller than the radius of the Earth. അപ്പോൾ ഒരു എക്സും എച്ചും തമ്മിലൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യണം നമ്മൾ, റൈറ്റ്? അപ്പൊ എങ്ങനെ ചെയ്ത് നോക്കാം? അവർ പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു ഹൈറ്റ് എച്ചിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഒരു ഡെപ്ത് എക്സിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും സെയിം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഹൈറ്റ് എച്ചിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇക്വേഷൻ എന്താ? g dash is equal to g into 1 minus 2h by r. ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കണം. ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് when h is very small compared to r,
അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ പോകുന്നത് തെറ്റിപ്പോവും കേട്ടല്ലോ. അല്ലെങ്കിൽ എന്താ യൂസ് ചെയ്യേണ്ടത്? G divided by 1 plus h by r the whole square വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അതുപോലെ ഡെപ്ത് വെച്ച് എങ്ങനെ വേരി ചെയ്യും? G dash is equal to G into 1 minus D by r അല്ലെ. അപ്പൊ ഡെപ്ത് അവർ x എന്നാണ് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് x തന്നെ ഇട്ട് കൊടുക്കാം. Now രണ്ട് പോയിന്റ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈക്വൽ ആണ്, ഇക്വേറ്റ് ചെയ്യാം രണ്ടുപേരെയും. സോ G ക്യാൻസൽ ആയി പോവും. സോ 1 minus 2h by r equal to 1 minus x by r. 1 പോയി, minus പോയി, r പോയി, you get 2h is equal to x. So x is equal to 2h or x is equal to x by 2 will be the corresponding answer. Okay, appo ശ്രദ്ധിക്കണം, radiation and acceleration due to gravity with respect to depth and with respect to height. ഈ equation എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? When h is very small compared to r. Okay, അല്ലെങ്കിൽ G divided by 1 plus h by r the whole square വേണം യൂസ് ചെയ്യാൻ കേട്ടോ, മറന്നുപോകരുത്. Alright, and let's move to the next one. From a solid sphere of mass capital M and radius r, a spherical portion of radius r by 2 is removed, as shown in the figure. Taking gravitational potential V equal to 0 at r is equal to infinity, the potential at the center of the cavity thus formed is. അപ്പോൾ ഇതാണ് നമ്മുടെ ഏകദേശം ഒരു ഫിഗർ. അപ്പൊ ഇതിന്റെ റേഡിയസ് അവർ പറയുന്നത് r എന്നാണ്. അപ്പൊ റേഡിയസ് r ഉള്ള ഒരു സോളിഡ് സ്ഫിയറിൽ നിന്നാണ് r/2 റേഡിയസ് ഉള്ള ഒരു ക്യാവിറ്റി നമ്മൾ റിമൂവ് ചെയ്യുന്നത് അല്ലെ. വേണ്ടത് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ. അപ്പൊ പൊട്ടൻഷ്യൽ അറ്റ് O എന്ന് പറഞ്ഞാൽ or VO dash എന്ന് പറയാം. The potential at VO dash എന്ന് പറഞ്ഞാൽ it is actually the potential of the sphere, the potential of the solid sphere at this cavity before, at the center of the cavity before we remove this. എന്ന് പറയാം, ഈ ക്യാവിറ്റി നമ്മൾ എടുത്ത് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ഈ സ്ഫിയർ ഇവിടെ എന്തായിരുന്നു പൊട്ടൻഷ്യൽ കോസ് ചെയ്തത്? മൈനസ് ഈ ക്യാവിറ്റി മാത്രം എടുക്കുമ്പോൾ ഈ ക്യാവിറ്റിയുടെ സെന്ററിലുള്ള പൊട്ടൻഷ്യൽ എന്താണ്? So that will actually give you what is the potential after the removal of the cavity at this point. Okay, അപ്പോ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? ഈ സോളിഡ് സ്ഫിയർ ക്യാവിറ്റി എല്ലാം കൂടി ഉള്ളപ്പോ ഇൻടാക്ട് ആയിരുന്നപ്പോ ഈ പോയിന്റ് ഓയിൽ എന്താണ് പൊട്ടൻഷ്യൽ? അത് കഴിഞ്ഞ് എന്ത് കണ്ടുപിടിക്കും? VO. ഈ ക്യാവിറ്റി മാത്രം എടുത്തിട്ട് ഈ ക്യാവിറ്റി മാത്രം അതിന്റെ സെന്റർ പോയിന്റിൽ എന്താണ് പൊട്ടൻഷ്യൽ കോസ് ചെയ്യുന്നത്? അപ്പൊ ടോട്ടൽ അറിയാം, ഇത് ഇവന്റെ മാത്രം അറിയാം. അപ്പൊ ഇവൻ എടുത്തു കളയുമ്പോൾ എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പൊ നമ്മുടെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ, ഒരു സോളിഡ് സ്ഫിയറിന്റെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. -gm/2r 3 minus r square by capital R square. ഓക്കെ, ഇങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഞാൻ ഗ്രാവിറ്റേഷൻ വീഡിയോ തന്നിട്ടുണ്ട്, അറിയാത്തവരെ നോക്കി പഠിക്കുക കേട്ടോ. ഇനി ഇവിടെ r എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് വേർ വി ഹാവ് ടു ഫൈൻഡ് or determine the potential from the center. അപ്പൊ ഇതിന്റെ സെന്റർ ഇതാ, ഇവിടെ നിന്ന് ഡിസ്റ്റൻസ് എന്താ? r/2 ആ അല്ലെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. v is equal to -gm/2r 3 minus r/2 എന്ന് പറയുമ്പോൾ r square by 4 വരും. r square അല്ലെ. അപ്പോ r square പോയി. So this will be equal to -gm/2r. Simplify ചെയ്യുമ്പോൾ what do you get? 4 3 12, 12 minus 1 11, 11 by 4 ഇങ്ങനെ വരും. റൈറ്റ്, അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ V കിട്ടി. ഇനി വേണ്ടത് VO ആണ് അല്ലെ, അതായത് ഇവന്റെ സെന്ററിൽ കോസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ നോക്കാം നമുക്ക്. ഇവന്റെ സെന്ററിൽ കോസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ അറിയാൻ ഇവന്റെ മാസ് വേണ്ടേ? m' വേണം. അപ്പൊ ടോട്ടൽ മാസ് ക്യാപിറ്റൽ M ആണെങ്കിൽ ഈ m' എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. മാസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻടു ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി സെയിം ആയത് വേണ്ട, വോളിയം എന്ന് വെച്ചാൽ സ്ഫിയർ അല്ലേ, 4/3 pi r cube ആണ്. അപ്പൊ m is proportional to r cube. m' is proportional to, ഇവന്റെ റേഡിയസ് r/2 ആണ്. അപ്പോ r cube by 8 എന്ന് വരും. Right, taking the ratio r cube പോയി. So m' will be equal to m by 8. m' എന്തായിരിക്കും? m by 8 ആയിരിക്കും. ഓക്കെ അല്ലേ? m' will be equal to m by 8. മാസ് കിട്ടി. അപ്പൊ ഇവന്റെ പൊട്ടൻഷ്യൽ പറയാൻ നമുക്ക് ഇവന്റെ സെന്റർ പോയിന്റിലാണ്. ഇവന്റെ സെന്റർ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ r 0 വരും. Why is it 0? Because ഈ സ്ഫിയറിന്റെ സെന്റർ അല്ലേ എടുക്കുന്നത്. ഈ സ്ഫിയറിന്റെ സെന്ററിൽ എടുക്കുമ്പോ ഈ ഡിസ്റ്റൻസ് ആറിന് വാലിഡിറ്റി ഉണ്ടാവില്ല അവിടെ ഇല്ല. ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെന്ററിൽ തന്നെ എടുക്കുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് 0 ആയിരിക്കും. So that will be -gm/VO will be -gm/2r
3 അല്ലേ into 3 minus 3 by 2 gm by r. അപ്പോൾ മാസ് m by 8 ആണ്, റേഡിയസ് r by 2 ആണ് എന്ന് ഓർത്തോളണം. റൈറ്റ്? അപ്പൊ v നോട്ട് കിട്ടി അല്ലേ? ഇനി ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ രണ്ട് വാല്യൂസും. അപ്പൊ v നോട്ട് ഡാഷ് is equal to v നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ minus gm by 8r into 11 minus v നോട്ട് എന്താ, ഈ 2 ഒന്ന് ക്യാൻസൽ ആയി പോകും. സോ 8 താഴെ വന്നോളും. സോ ദാറ്റ് വിൽ ബി minus ഒരു മൈനസ് കൂടി വരും, minus 3gm by 8r എന്ന് വരും. Okay, അപ്പോൾ this will be minus minus plus ആവും. So this is equal to minus 11 plus 3, that will be 8, minus 8. Minus 8gm by 8r, or that is equal to minus gm by r, which is the answer. Okay, 3 മെയിൻസിന് വന്നൊരു ക്വസ്റ്റൻ ആണ്, നീറ്റിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. 2018 ഇതുപോലത്തെ ലെവൽ ഓഫ് ക്വസ്റ്റൻസ് കീമിന് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് ദ മെത്തേഡ് ഇസ് ക്ലിയർ അല്ലെ? നമ്മൾ ബേസ് ചെയ്യുന്ന ഈ ഒരു സ്റ്റെപ്പ്, വി കണ്ടുപിടിക്കുന്നു, വി നോട്ട് കണ്ടുപിടിക്കുന്നു. അപ്പൊ ഇവന്റെ സെന്ററിൽ അടുത്തത്, അതുകൊണ്ടാണ് R0 ഇട്ടത് കേട്ടോ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ആർ വെരി ഹൈ. ഇലക്ട്രോസ്റ്റാറ്റിക്സിലും ഗ്രാവിറ്റേഷനിലും ഇതുപോലത്തെ ഇക്വേഷൻസ് വെച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഗ്രാവിറ്റേഷൻ ആണെങ്കിൽ ഇവിടെ ചേഞ്ചേ ഉള്ളൂ, minus gm by 2r പകരമായിട്ട് അവിടുത്തെ കോൺസ്റ്റൻസ് വരും, k q എന്ന് വരും, വേറെ ചേഞ്ച് ഒന്നുമില്ല അവിടെ. ഓക്കെ, അപ്പൊ അത് റിലേറ്റ് ചെയ്ത് പഠിച്ചോളണം ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗ്രാവിറ്റേഷനിലെ ദിസ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ്. ഓക്കെ, so let's move on to the next one. The acceleration due to gravity on a planet is same as that on Earth, and its radius is 4 times that of Earth. What will be the value of escape velocity on that planet if it is v on Earth? Okay, അപ്പോൾ ഈ ക്വസ്റ്റ്യനില് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ v escape is equal to root of 2gr. ഇവിടെ പറയുന്ന ഒരു കാര്യം, നമ്മുടെ പ്ലാനറ്റ്, അത് പ്ലാനറ്റിലും എർത്തിലും രണ്ട് സ്ഥലത്തും g സെയിം ആണ് സർഫസിൽ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ g സെയിം ആണെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുമായിരുന്നു, g equal to gm by r square യൂസ് ചെയ്ത് ആറിന്റെയും എമ്മിന്റെയും വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വന്നതാണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആണ് സർഫസിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യു ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് ഇറ്റ്. നൗ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആറിന്റെ കാര്യമാണ്. എർത്തിന്റെ ആണ് ഈ തന്നിട്ടുള്ളത്, വി എസ്കേപ്പ് വി തന്നിട്ടുള്ളത്. പ്ലാനറ്റിന്റെ റേഡിയസ് 4 ടൈംസ് ദാറ്റ് ആണ് അല്ലെ? അപ്പൊ വിച്ച് മീൻസ് വി പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി റൂട്ട് ഓഫ് 2g into 4r വരും. 4 പുറത്തേക്ക് എടുക്കുമ്പോൾ 2 root of 2gr വന്നു. ഓക്കെ, ജസ്റ്റ് റേഷ്യോ എടുക്കാം നമുക്ക്. Vp by VE will be equal to 2 എന്ന് വന്നു, or Vp is equal to 2 times VE. അപ്പോ what is the value? അപ്പൊ പ്ലാനറ്റിൽ നിന്നുള്ള escape velocity will be 2 times the escape velocity from the earth. Okay, ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇവിടെ ട്രിക്കി ആവുന്നത് എപ്പോഴാണ്, ഞാൻ പറഞ്ഞതുപോലെ ജീനകത്തുള്ള എം വേരിയബിൾ ആണ് എന്നങ്ങനെ വല്ല മെൻഷൻ ഉണ്ടെങ്കിൽ പ്രശ്നമോ, അല്ലെങ്കിൽ ജി കോൺസ്റ്റന്റ് ആണ് എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലെങ്കിലും you will have to consider m. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഈ g m-ന് പകരം 4/3 pi r cube ഇടണം into density കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുക്കണം, r square ക്യാൻസൽ ചെയ്ത് proportional to r rho എന്നൊരു കണ്ടീഷൻ വരും. ഓക്കെ, അപ്പൊ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ അതിന്റെ ആവശ്യമൊന്നുമില്ല, g കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് it can be solved easily, and vp equal to 2ve is the answer. Okay, clear? And the next question. A planet moving around sun sweeps area A1 in 2 days, A2 in 3 days, and A3 in 6 days. Then the relation between A1, A2 and A3. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കെപ്ലേഴ്സ് ലോയിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോ നമ്മുടെ സെക്കൻഡ് ലോ, ഫസ്റ്റ് ലോ എന്തായിരുന്നു, every planet is moving around the sun with the sun at one of its foci. First law അല്ലെ? സെക്കൻഡ് ലോ, the area swept by the radius vector in a time delta t will be equal അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പഠിച്ചത് ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഏരിയൽ വെലോസിറ്റി ഇസ് എ കോൺസ്റ്റന്റ് അല്ലെ? കെപ്ലർ സെക്കൻഡ് ലോന്റെ കോൺസിക്വൻസ് ആണ് നമ്മൾ പഠിച്ചത്, ഏരിയൽ വെലോസിറ്റി ഇസ് എ കോൺസ്റ്റന്റ്. അതായത് ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്ത് എഴുതാം നമുക്ക്, a1 by the time is equal to a2 by the time is equal to a3 by the time. അപ്പൊ ഇതിനാണ് നമ്മൾ ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ a1 by t is equal to a2 by t equal to a3 by t ആയിരിക്കും.
അപ്പോൾ T1, 2, 3 എന്ന് എഴുതാം. Right? Different times ആണല്ലോ. So we can write it as A1 എന്ന് പറയുന്നത് A1 divided by time 2 ആണ് അല്ലേ? That's equal to A2 divided by time 3 ആണ്. And A3 divided by 6. അല്ലേ? So let's simplify this further. അപ്പോൾ 6 നമുക്ക് ഇതാക്കാൻ വേണ്ടി into 3 ചെയ്യണം. ഇവിടെ into 2 ചെയ്യണം. Right? So that will be 6 എല്ലാം cancel ആയി പോയി. 3A1 is equal to 2A2 which is equal to A3. Okay? അപ്പോൾ നമ്മൾ ഏരിയൽ വെലോസിറ്റിയുടെ കൺസെപ്റ്റ് കെപ്ലർ സെക്കൻഡ് ലോയുടെ കൺസെപ്റ്റ് യൂസ് ചെയ്താണ് നമ്മൾ ഇത് സോൾവ് ചെയ്തത്. ഓക്കെ, ഐ ഹോപ്പ് ദ കണ്ടീഷൻ ഇസ് ക്ലിയർ. എളുപ്പമാണ് സംഭവം സോൾവ് ചെയ്യാൻ. യു ഷുഡ് ഹാവ് ദ ഐഡിയ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്ന് രണ്ടെണ്ണം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ഐഡിയ കത്തത്തില്ല. ഓക്കെ, സോ പ്രാക്ടീസ് മോർ ഓഫ് ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി അടുത്ത ദിവസത്തിലേക്ക് പോകാം. ആൻഡ് നെക്സ്റ്റ് വൺ, a body revolved around the sun 27 times faster than the earth. What is the ratio of their radii? ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് a body is revolving around the sun 27 times faster than the earth അല്ലെ? അപ്പൊ അവിടെ ജനറലി വെലോസിറ്റി എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. സോ ഇറ്റ് ഇസ് റിവോൾവിംഗ് അറൌണ്ട് ദ സൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് മൂവിംഗ് ഇൻ എ എലിപ്റ്റിക്കൽ പാത്ത് അല്ലെ? അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് അവർ എടുത്തൊന്നും വെലോസിറ്റി എന്ന് പറയാത്തതുകൊണ്ട് we will be taking it as the angular velocity. അപ്പൊ ബസ്സിൽ അങ്ങനെ ജനറൽ ആയിട്ട് ബ്രോഡ് സെൻസിൽ പറഞ്ഞാൽ we can take it as the angular velocity. Okay, അപ്പൊ angular velocity of the body is equal to 27 times the angular velocity of the earth എന്നാണ് പറയുന്നത്. Okay, അവരുടെ റേഡിയയുടെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. Right? So we know that omega എന്ന് പറഞ്ഞാൽ 2 pi by t ആണെന്നറിയാം. Right? So omega proportional to 1 by t. Now, when a planet is moving around the sun, നമ്മളിവിടെ പഠിക്കുന്ന കണ്ടീഷൻ Kepler's third law എന്താണ്? T square, the square of the time period is proportional to cube of the semi-major axis or simply radius എന്ന് പറയാം. Okay, so T square proportional to r cube ആവണം അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? omega proportional to 1 by t ആണ്. So we can write രണ്ട് കേസസ് അങ്ങ് കമ്പയർ ചെയ്യാം. അപ്പൊ ഇത് നമ്മുടെ എർത്തിന്റെ കേസ്, planet T planet square proportional to r planet or r body square. Okay, ratio എടുക്കുമ്പോൾ T earth by T body is equal to r earth by r body the whole raised to 3 by 2 എന്നാക്കി. Okay, അപ്പൊ T by TB അല്ലെ നോക്കാം, inversely proportional അല്ലേ? അപ്പൊ that you can write from here. ഇവിടുന്ന് WB by WE is equal to 27 എന്ന് കിട്ടി. അപ്പൊ TE by TB എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ ആയതുകൊണ്ട് ഇറ്റ്സ് ആക്ച്വലി proportional to WB by WE അല്ലെ? അപ്പൊ this is actually proportional to 27. ഇത് 27 ഈക്വൽ ആവും. So this is equal to RE by RB the whole raised to 3 by 2. അപ്പൊ ആദ്യം രണ്ട് സൈഡിൽ നമുക്ക് ക്യൂബ് റൂട്ട് ചെയ്യാം. ഓക്കെ, രണ്ട് സൈഡിൽ ക്യൂബ് റൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 27ന്റെ ക്യൂബ് റൂട്ട് 3 വരും അല്ലെ? 3 is equal to RE by RB. ഓക്കെ, ഇനി നമുക്ക് റേസ് ടു 1 by 2 ഉണ്ട്. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാം, കളയാം. അപ്പൊ 9 is equal to RE by RB. അപ്പോ റേഡിയസ് ഓഫ് ദി എർത്ത് ബൈ റേഡിയസ് ഓഫ് ദ ബോഡി എന്താണ്? 9. or you can also write it as RB by RE is equal to 1 by 9 എന്ന് എഴുതാം, which is the required ratio. Okay, അപ്പൊ I hope the condition is clear അല്ലെ? അപ്പൊ ഈ ഒരൊറ്റ കണ്ടീഷൻ ആണ് തന്നിട്ടുള്ളത്. ശ്രദ്ധിക്കണം, ഞാൻ വീണ്ടും പറയുന്നു, അവിടെ വെലോസിറ്റി കൂടുതലാണെന്ന് പറയുന്നത്. അപ്പൊ സിൻസ് ഇറ്റ് ഇസ് മൂവിംഗ് ഇൻ ആൻ എലിപ്റ്റിക്കൽ പാത്ത് നമ്മൾ ആംഗുലർ വെലോസിറ്റി ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, കണ്ടീഷൻസ് ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ കെപ്ലർ സെക്കൻഡ് ലോ ആണ് കുറച്ച് മുമ്പത്തെ ക്വസ്റ്റ്യൻ യൂസ് ചെയ്തത്. ഇത് തേർഡ് ലോയിന്റെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഇൻടു ദി നെക്സ്റ്റ് വൺ നൗ. A simple pendulum has a time period T1 when on the Earth's surface and T2 when taken to a height r above the Earth's surface, where r is the radius of the Earth. The value T2 by T1. Okay, അപ്പൊ ആദ്യം പെൻഡുലം എവിടെ ഇരിക്കുന്നത്? എർത്തിന്റെ സർഫസിൽ. എർത്തിന്റെ സർഫസിൽ നമ്മൾ പെൻഡുലം ഇരിക്കുമ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട കണ്ടീഷൻ, അവിടെ ആക്സലറേഷൻ ഒരു ഗ്രാവിറ്റി g തന്നെയാ അല്ലെ? അപ്പൊ T1 is equal to 2 pi root of L by G ആണല്ലോ. 2 pi root of L by G. ഇനി ഒരു ഹൈറ്റിലേക്ക് കൊണ്ടുപോയി അല്ലെ? What is that height? Equal to the radius of the earth. അപ്പൊ equal to the radius of the earth ഉള്ള ഒരു ഹൈറ്റിലേക്കാണ് കൊണ്ടുപോയത്, which means there will be a change in the acceleration due to gravity. G dash which is equal to G into 1 minus 2h by r ഓടെ യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. Why? Because the height is comparable to the radius. 1 minus 2h by r യൂസ് ചെയ്യാൻ പറ്റില്ല. G by 1 plus h by r the whole square.
or this is equal to g divided by 1 plus h ന് പകരം r cancel ആയി പോകും 1 the whole square, or that is g by 4. g dash കിട്ടി. അപ്പോൾ t2 കണ്ടുപിടിക്കാം. t2 will be equal to 2 pi root of l by g. അപ്പോൾ l by g എന്താ ഇവിടെ g by 4 അല്ലേ, g by 4 taken outside the root, that will be 2 into 2 pi root of L by G. Okay, but T2 by T1 ratio ആണ് വേണ്ടത് അല്ലേ. but T2 by T1 will be equal to T1 2 by root of L by G same, 2 by root of L by G same, 2 മാത്രമേ extra ഉള്ളൂ. so 2 is the ratio, 2 is to 1 അല്ലെങ്കിൽ 2. okay, T1 by T2 വെച്ചാൽ answer will be 1 is to 2. okay, clear അല്ലേ. okay, അപ്പോൾ സിമ്പിൾ പെൻഡുലം ഓസിലേഷന്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നു, അതുപോലെ വേരിയേഷൻ ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ കൺസെപ്റ്റും ഇവിടെ മിക്സ് അപ്പ് ചെയ്ത് കൊണ്ടുവന്നു. okay, right. Let's move on to the next one now. Suppose the gravitational force varies inversely as the nth power of distance. Then the time period of a planet in circular orbit of radius capital R around the sun will be proportional to. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് is varying as the nth power of distance എന്നല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഫോഴ്സ് proportional to 1 by r raised to n. okay, now force, it is moving around, which means force എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാലോ, m omega square r proportional to 1 by r raised to n. okay, the time period distance തമ്മിലുള്ള റിലേഷൻ ആണ് വേണ്ടത്, റേഡിയസ്. so that will be m constant ആണ് വിട്ടേക്കാം, omega square 2 pi by t the whole square into r അങ്ങോട്ട് കൊണ്ടുപോകാം, 1 by r raised to n into r എന്ന് പറയുമ്പോൾ r raised to n plus 1. right, time period അല്ലേ വേണ്ടേ, രണ്ട് സൈഡും സ്ക്വയർ റൂട്ട് എടുക്കാം. so that will be 1 by t proportional to 1 by r raised to n plus 1 by 2, or you can write t is proportional to r raised to n plus 1 by 2, which is our answer. okay, അപ്പോൾ റിലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ അവർ പറയും ഫിഫ്ത്ത് പവർ ആണെന്നൊക്കെ പറയും. പ്രീവിയസ്ലി ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട് r raised to 5 ആണ് അല്ലെങ്കിൽ r raised to 6 ആണ് എന്നൊക്കെ പറയും, ഫിഫ്ത്ത് പവർ ആണ്, ഫോർത്ത് പവർ എന്നൊക്കെ പറയും. അപ്പൊ എങ്ങനെ വന്നാലും this is a condition, or you can actually remember this. ഈ കണ്ടീഷൻ ഓർത്ത് വെച്ചാൽ അങ്ങനെ വന്നാൽ ചെയ്യാം. okay, ഓർത്ത് വെക്കണമെന്നില്ല, you can easily get it. അപ്പൊ ഫോഴ്സ് m omega square ആവുന്നത് നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ്, ആ കണ്ടീഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചത്. okay, so for this you can get the answer. alright, and let's move on to the next one. A shell of mass m and radius r has a point mass m placed at a distance r from its center. The gravitational potential energy u of r versus r will be. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിലുള്ള ഒരു ഷെല്ലാണ് അല്ലെ. അപ്പൊ നമ്മൾ സോളിഡ് സ്ഫിയറിന്റെ പൊട്ടൻഷ്യൽ, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ പറയുന്ന ഒരു ഷെൽ അല്ലേ, ഒരു ഷെല്ലിന്റെ കേസ് എടുക്കുമ്പോൾ വാട്ട് ഇസ് ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ? Gravitational field inside the shell will be 0. മറക്കരുത് കേട്ടോ, gravitational field inside the shell will be 0. അതുപോലെ പൊട്ടൻഷ്യൽ ആണ് എടുക്കുന്നതെങ്കിൽ ഇൻസൈഡ് ദ ഷെൽ, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -gm/r ആയിരിക്കും ഇൻസൈഡ് ദ ഷെൽ. സർഫസ് വരെ -gm/r ആണ്. സർഫസ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നു, it becomes -gm/r. it varies with the distance. അപ്പൊ സെന്റർ മുതൽ സർഫസ് വരെ ഒരു ഷെൽ എടുത്താൽ അവന്റെ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണ്, അതിനപ്പുറത്തേക്ക് ഇറ്റ് വേരീസ് വിത്ത് -gm/r. ഓക്കെ, അപ്പോ 4 ഗ്രാഫ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ലെറ്റ്സ് ട്രൈ ടു ഡ്രോ ദി ഗ്രാഫ് ഫോർ ദാറ്റ്. -gm/r റേഡിയസ് വരെ അത് കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ്. അത് കഴിഞ്ഞിട്ടോ -gm/r ഇറ്റ് വേരീസ് അല്ലെ, r കൂടുന്നതനുസരിച്ച് ഇത് കുറയും, ഇറ്റ് ബിക്കംസ് ലെസർ ആൻഡ് ലെസർ നെഗറ്റീവ്. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ. So this will be the corresponding curve. അപ്പൊ ഇതായിരിക്കും അവിടെ വരേണ്ട ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ ചേർത്ത് ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാ? ഇൻസൈഡ് എ ഷെൽ ഫീൽഡ് 0. ഓക്കെ, അപ്പൊ ഇൻസൈഡ് എ സോളിഡ് സ്ഫിയർ ആണെങ്കിലോ, സോളിഡ് സ്ഫിയർ ആണെങ്കിൽ അവന്റെ ഫീൽഡ് എന്താ? gmr/r³. ഓക്കെ, അതുപോലെ ഔട്ട്സൈഡ് ദ ഷെൽ നമ്മൾ ഷെൽ എടുത്താലും സോളിഡ് സ്ഫിയർ എടുത്താലും ഏതെടുത്താലും അവന്റെ ഫീൽഡ് gm/r². ഓക്കെ, അതുപോലെ പൊട്ടൻഷ്യൽ -gm/r, ഒരു വ്യത്യാസവുമില്ല. അപ്പൊ ഷെല്ലിന്റെ ഡിഫറെന്റ് പൊസിഷൻസിൽ ഉള്ള ഫീൽഡിന്റെ വാല്യൂ അതുപോലെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ പഠിക്കണം. അതുപോലെ സോളിഡ് സ്ഫിയറിന്റെയും ഡിഫറെന്റ് പൊസിഷൻസിലുള്ള വാല്യൂ പഠിക്കണം. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ? റൈറ്റ്. സോ ഐ ഹോപ്പ് ദീസ് ക്വസ്റ്റ്യൻസ് ആർ ക്ലിയർ ഫോർ യു. റൈറ്റ്.
So that is about gravitation. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ please practice more and more questions. എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, ബട്ട് ഇഫ് യു പ്രാക്ടീസ് സഫീഷ്യന്റ് നമ്പർ ഓഫ് ക്വസ്റ്റൻസ് എക്സാമിന് വരുന്ന ആ ക്വസ്റ്റൻസ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഐ വിൽ ബി വൈൻഡിങ് അപ്പ് ആൻഡ് we meet next time with the next video. Thank you.